പലപ്പോഴായി കോഴിക്കോടും മലപ്പുറം ജില്ലയിലെ പല ഭാഗങ്ങളും നിപ്പ ഭീതിയിലാണ്. ആരോഗ്യ വകുപ്പിന്റെ പ്രാഥമിക നിഗമന പ്രകാരം ഇത് പരത്തുന്നത് വവ്വാലുകളാണെന്ന് നാം മനസ്സിലാക്കിയതോടെ നാം വവ്വാലുകളെ ഒരു ശത്രുവായി പ്രഖ്യാപിച്ചു. എന്നാൽ ശല്യക്കാരായവരെ ഭൂമിയിൽ നിന്നും ഒഴിവാക്കിയാൽ പ്രശ്നം തീരുമെന്ന് മനുഷ്യർ ചിന്തിക്കുന്നു. ശല്യക്കാരായവരെ ഭൂമിയിൽ നിന്നും ഒഴിവാക്കിയാൽ പ്രശ്നം മുഴുവൻ തീരുമോ? അതോ ഇവയ്ക്ക് ഉന്മൂലനാശം സംഭവിച്ചാൽ അത് നമ്മുടെ ആവാസഘടനയെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്നെല്ലാം തിരിച്ചറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു പ്രൊജക്ട് തയ്യാറാക്കിയത്. ഞങ്ങളുടെ പ്രൊജക്ടിന്റെ പേര് വവ്വാൽ ഒരു ഭീകരജീവിയല്ല. ഇതിന്റെ ഭാഗമായി ഞങ്ങൾ ഞങ്ങളുടെ സ്കൂളിന്റെ അടുത്തുള്ള ഒരു കാവ് സന്ദർശിക്കുകയുണ്ടായി. അവിടെ നിന്നും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് പല വലുപ്പത്തിലും തരത്തിലും നിറത്തിലുമുള്ള ഒരുപാട് വവ്വാലുകളെയാണ്. വവ്വാലുകളുടെ ശരീരം പൊതുവെ രോമത്താൽ നിറഞ്ഞതാണ്. ഇവയ്ക്ക് കാഴ്ചശക്തി വളരെയധികം കുറവാണെങ്കിലും പറക്കാനുള്ള ശേഷി വളരെയധികം കൂടുതലാണ്. ഇവയുടെ പറക്കാനുള്ള അനുകൂലനത്തിന്റെ ഭാഗമായി ഇവയുടെ പിൻകാലുകൾ ശോഷിച്ചുപോയി. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് മണ്ണിൽ നിന്ന് ഉയർന്ന് മരക്കൊമ്പിൽ നിൽക്കാനോ മരക്കൊമ്പിൽ നിന്ന് താഴ്ന്ന് മണ്ണിൽ നിൽക്കാനോ കഴിയുകയില്ല. അതുകൊണ്ടാണ് ഇവ മിക്ക സമയങ്ങളിലും മരക്കൊമ്പിൽ തൂങ്ങി നിൽക്കുന്നത്. ഇവയ്ക്ക് പറക്കണമെന്ന് തോന്നുമ്പോൾ മരക്കൊമ്പിൽ നിന്നുമുള്ള പിടിവിടുകയും വായുവിൽ ശരീരം ഉയർത്തുകയുമാണ് ചെയ്യുന്നത്. കൈറോപ്റ്ററ വംശത്തിൽപ്പെട്ട പറക്കാൻ കഴിയുന്ന സസ്തനികളാണ് വവ്വാലുകൾ. ഒന്നും കൂടി വിശദമായി പറഞ്ഞാൽ പറക്കാൻ കഴിയുന്ന ഒരേയൊരു സസ്തനി. മൂഷിക വംശം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വൈവിധ്യമേറിയ സസ്തനി വംശമാണ് വവ്വാലുകൾ. ഇതിൽ തന്നെ പ്രാണികളെ മാത്രം ഭക്ഷിച്ച് ജീവിക്കുന്ന ചെറിയ വവ്വാലുകളും പഴങ്ങൾ മാത്രം ഭക്ഷിച്ച് ജീവിക്കുന്ന പഴംതീനി വവ്വാലുകളും ഉൾപ്പെടുന്നു. മാത്രമല്ല അമേരിക്കൻ ഭൂപ്രദേശത്ത് കാണുന്ന വാമ്പീർ വവ്വാലുകൾ മനുഷ്യന്റെ അടക്കം മറ്റ് സസ്തനികളുടെ ചോര ഊറ്റി കുടിച്ചാണ് ജീവിക്കുന്നത്. വവ്വാലുകളിൽ തന്നെ ഉൾപ്പെടുന്ന മൈക്രോബാറ്റുകൾ കൃഷിയിടങ്ങളിലെ വിളകൾ കൊത്തി നശിപ്പിക്കുന്നുണ്ടെങ്കിലും കീടനിയന്ത്രണത്തിനും വളം നിർമ്മിക്കുന്നതിനും ഇവ വളരെയധികം സഹായിക്കുന്നുണ്ട്. വവ്വാലുകൾ ഒരു മണിക്കൂർ കൊണ്ട് 1200 കൊതുകുകളെ വരെ പറന്നു തിന്നുമെന്ന് ശാസ്ത്രം പറയുന്നു. വവ്വാലുകളെ കുറിച്ച് കൂടുതൽ അടുത്തറിയാൻ വേണ്ടി ഞങ്ങൾ ജന്തുശാസ്ത്ര മേധാവിയുമായി ഒരു സർവേ നടത്തി. അതിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ മനുഷ്യരുള്ള കാലം മുതൽക്ക് തന്നെ വവ്വാലുകളുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങളായി അവരുമൊത്ത് ജീവിച്ചു വരികയാണ് വവ്വാലുകൾ. ഇപ്പോൾ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യർ തന്നെയാണ്. നമ്മൾ മനുഷ്യരുടെ ആവശ്യങ്ങൾക്കായി വവ്വാലുകളുടെ ആവാസ വ്യവസ്ഥയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് വവ്വാലുകളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ചുറ്റുപാടുകളിൽ താമസിക്കുന്ന ആളുകളുമായി ഈ ഒരു പ്രശ്നത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു നോട്ടീസ് തയ്യാറാക്കുകയും അവർക്ക് വിതരണം ചെയ്യുകയും അവരെ ബോധവൽക്കരിക്കുകയും ചെയ്തു. ഈ ഒരു പ്രൊജക്റ്റിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ വവ്വാൽ ഒരു ഭീകരജീവിയല്ലെന്നും നമ്മൾ മനുഷ്യരുടെ പ്രവർത്തനം മൂലമാണ് അതൊരു ഭീകരജീവിയാകുന്നതെന്നും ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വവ്വാലുകളുടെ ആവാസ വ്യവസ്ഥ നശിപ്പിക്കാതെ അവയെ ഉപദ്രവിക്കാതെ നമുക്ക് ജീവിക്കാൻ ശ്രമിക്കാം. നന്ദി.